إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം നൽകി ലോകത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് ജനലക്ഷങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേരുന്ന സന്ദർഭത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിൽ നിന്നും അവരുടെ ഹജ്ജ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മിൽ അധികം ആളുകളും ഈ വർഷവും ഹജ്ജ് കർമ്മത്തിന് പോകാൻ സാധിക്കാത്ത ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഭവനത്തിൽ ചെന്ന് ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമ്പത്തും കഴിവുമുള്ള ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിയ ആളുകളാണ്. കാരണം ഹജ്ജ് എന്നുള്ളത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായി പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ബുനിയൽ ഇസ്ലാമു അലാ ഖംസി, ഇസ്ലാം എന്നുള്ളത് 5 തൂണുകളിലാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാഇസ് സ്വലാത്ത് വ ഇതാഇസ് സകാത്ത് വ ഹജ്ജ് വ സൗമ റമദാൻ. ആ 5 തൂണുകൾ എന്നുള്ളത് അത് പൂർത്തീകരിക്കുമ്പോഴാണ് ഒരാളുടെ ഇസ്ലാം പരിപൂർണമാകുന്നത് എന്ന് സഹോദരങ്ങളെ
നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഇസ്ലാം പഞ്ചസ്തംഭങ്ങൾ പൂർത്തീകരിക്കാൻ ഇഹ്റാം ചെയ്ത് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുക തന്നെ വേണമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം ജീവിതത്തിൽ ഹജ്ജ് ആഗ്രഹമായി കൊണ്ടു നടക്കുന്ന ആളുകൾ, സമ്പത്ത് കൊണ്ട് ശാരീരികമായി കഴിയാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഹജ്ജ് നിർവഹിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുന്ന ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ ഓരോ ദിവസവും നിരവധി ഹജ്ജ് ചെയ്ത കൂലി ലഭിക്കുന്ന ചെറിയ ഒരു ശ്രദ്ധ കൊടുത്താൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് എന്താണ് അവൻ ലഭിക്കുന്ന കൂലി എന്നുള്ളത്, സഹോദരങ്ങളെ, ഹജ്ജിന്റെ പ്രതിഫലം എന്നുള്ളത് ഏറെയാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വിശ്വാസിക്ക് പാപങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് മടങ്ങാൻ സാധ്യമാകുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ടതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് ലഹു വലം യഫ്സുഖ് റജഅ കയൗമി വലത്തുഹു ഉമ്മുഹു. ആരാണോ അല്ലാഹുവിനായി ഹജ്ജ് ചെയ്യുകയും അതിൽ യാതൊരു നിലക്കുമുള്ള ദുർവൃത്തിയോ ചെയ്യാതിരിക്കുകയും ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമ്മ പ്രസവിച്ച ദിവസത്തിലുള്ള അവസ്ഥയിൽ അഥവാ യാതൊരു കുറ്റവും ചെയ്യാത്തവനായാണ് അവൻ മടങ്ങുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അഥവാ ഒരു തെറ്റുമില്ലാത്ത ഒരു കുട്ടി എങ്ങനെയാണോ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്, അത്രത്തോളം ആ ഫിത്രത്തിലാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഹജ്ജ് ചെയ്തു മടങ്ങിയാൽ അവന് ലഭിക്കുന്ന പ്രതിഫലമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പുണ്യകരമായ ഹജ്ജിന് മറ്റൊരു പ്രതിഫലമായി നാം പഠിപ്പിക്കപ്പെട്ടത് ഹജ്ജ് ചെയ്തവർക്ക് പരലോകത്ത് ലഭിക്കുന്ന നേട്ടം എന്നുള്ളത് അത് സ്വർഗ്ഗമാണ്. വൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ. ഒരു ഉംറയും മറ്റൊരു ഉംറയും എന്നുള്ളത് അതിന്റെ ഇടയിലുള്ള പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായിട്ടുള്ള ആ പുണ്യകരമായിട്ടുള്ള ഹജ്ജിന് സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ ഹജ്ജ് നിർവഹിക്കാൻ, ആ പ്രതിഫലം നേടിയെടുക്കാൻ സഹോദരങ്ങളെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. സഹോദരങ്ങളെ, ഹജ്ജ് ചെയ്ത പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ധാരാളക്കണക്കിന് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ തന്നെ ഓരോ ദിവസവും നിരവധി ഹജ്ജ് ചെയ്ത പ്രതിഫലം നമുക്ക് നേടിയെടുക്കാനാവുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് നല്ല നിയ്യത്താണ്. സഹോദരങ്ങളെ, നിയ്യത്ത് എന്നുള്ളത് നമ്മുടെ നിയ്യത്ത് കൊണ്ട് നേടാനാവാത്ത പുണ്യങ്ങളൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സമ്പത്തുള്ള ധാരാളം പേർ ഹജ്ജ് നിർവഹിക്കുമ്പോൾ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും അവരെ പോലെ ഹജ്ജ് ചെയ്യാമല്ലോ എന്നുള്ള നല്ല ഉദ്ദേശം മനസ്സിൽ വെച്ചാൽ ആ ഉദ്ദേശത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നമദ് ദുനിയ ലിഅർബഅതി നഫരി. ഈ ദുനിയാവ് എന്നുള്ളത് 4 വിഭാഗം ആളുകളുടെയാണ്. അതിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, അബ്ദിൻ റസഖഹുല്ലാഹു മാലൻ വ ഇൽമ. ഒരടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തും അറിവും നൽകി, ഫഹുവ യത്തഖി ഫീഹി റബ്ബഹു. ആ സമ്പത്ത് കൊണ്ട്, ആ അറിവ് കൊണ്ട് അവൻ റബ്ബിനെ സൂക്ഷിക്കുകയും വയസിലു ഫീഹി റഹിമ, അവന്റെ കുടുംബ ബന്ധത്തെ ചേർക്കുകയും വയഅലമു ലില്ലാഹി ഫീഹി ഹഖ്ഖൻ,
അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട ഹക്കുകളെ, അല്ലാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകളെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്ത ഒരാൾ ഫഹാദാ ബിഅഫ്ളി മനാസിലിഹി, അവൻ ഏറ്റവും ഉയർന്ന നിലയിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, വഅബ്ദിൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖുഹു മാല, ഒരടിമക്ക് അല്ലാഹു അറിവ് നൽകി, എന്നാൽ അവന് സമ്പത്തിന്റെ മേന്മയില്ല, സമ്പത്തില്ല, അവന് ഏറ്റവും ദരിദ്രനാണ് എങ്കിൽ ഫഹുവ സാദിഖുൻ നിയ്യതി, അവന്റെ ഏറ്റവും നല്ല ഉദ്ദേശമാണ് യഖൂലു ലൗ അന്നലി മാലൻ ലഅമിൽതു ബിഅമലി ഫുലാൻ, എനിക്കും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ, എനിക്കും കഴിയുമായിരുന്നെങ്കിൽ അവൻ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യാമായിരുന്നല്ലോ, അവൻ ചെയ്യുന്ന പോലെ ദാനധർമ്മങ്ങൾ എനിക്കും നിർവഹിക്കാമായിരുന്നല്ലോ, അവൻ കുടുംബബന്ധം പുലർത്തുന്നത് പോലെ എനിക്കും അത് ചെയ്യാമായിരുന്നല്ലോ, അവൻ ഹജ്ജ് ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യാമായിരുന്നല്ലോ. എന്നാ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഫഹുവ ബിനിയ്യതിഹി ഫഅജ്റുഹുമാ സവാ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉദ്ദേശത്തിനനുസരിച്ച് ആ പണമുള്ള ആൾ ചെയ്ത അതേ പ്രതിഫലം അവന് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്തു വേണം? നമ്മുടെ ജീവിതത്തിൽ നല്ല നിയ്യത്തുകൾ ഉണ്ടാകുക എന്നുള്ളത്, ഹജ്ജ് എന്നുള്ളത് സദാ നമ്മുടെ മനസ്സിൽ ഒരു സ്വപ്നമായി കൊണ്ട് നടക്കാനും അതിനുവേണ്ടി സമ്പത്ത് ലഭിക്കാൻ നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ സഹോദരങ്ങളെ, ഹജ്ജ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ഹജ്ജ് നിർവഹിച്ചതിന്റെ കൂലി ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഹദീസുകളിൽ നമുക്ക് കാണാം ഇശ്റാഖിന്റെ നിസ്കാരം എന്നുള്ളത്. സഹോദരങ്ങളെ, സുബഹി നമസ്കാരം പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിർവഹിക്കുകയും സൂര്യോദയം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിൽ അവന്റെ സ്മരണയിൽ കഴിച്ചു കൂട്ടുകയും ശേഷം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവന് ലഭിക്കുന്ന പ്രതിഫലം എന്നുള്ളത് ഒരു ഹജ്ജും ഉംറയും പരിപൂർണമായി ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൻ സല്ല വലാക ഫിൽ ജമാഅ, ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിർവഹിക്കുകയും സുമ്മ ഖഅദ യദ്കുറുല്ലാഹു ഹത്താ തത്ലുഅ അശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ ദിക്റുകളിൽ മുഴുങ്ങി അവിടെ ആ പള്ളിയിൽ കഴിച്ചു കൂട്ടുകയും സുമ്മ സല്ലാ റകഅതൈൻ, എന്നിട്ട് 2 റക്അത്ത് അവൻ നമസ്കരിക്കുകയും ചെയ്താൽ കാനത് ലഹു കഅജി ഹജ്ജത്തിൻ വ ഉംറ, അവനൊരു ഹജ്ജും ഉംറയും നിർവഹിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം എന്നാൽ ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം താമത്തൻ താമത്തൻ താമത്തൻ, പരിപൂർണമായി. സഹോദരങ്ങളെ, ഹജ്ജ് നിർവഹിച്ചവനെ പോലെ എന്നുള്ളതല്ല, മറിച്ച് ഒരാൾ മക്കയിൽ ചെന്ന് അവിടെ ഹജ്ജ് ചെയ്ത അതേ കൂലി അവന് ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. എന്തേ വേണ്ടു? സുബഹിക്ക് പള്ളിയിലേക്ക് ജമാഅത്തിൽ വരിക എന്നുള്ളത്. അവിടെ കുറച്ച് സമയം, ഒരു 15-20 മിനിറ്റ് ആ പള്ളിയിൽ ഖുർആൻ പാരായണമായി, അതേപോലെ തന്നെ ദിക്റുകളായിക്കൊണ്ട് പ്രാർത്ഥനകളിലായിക്കൊണ്ട് കഴിച്ചു കൂട്ടുക എന്നുള്ളത്, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഉപാധി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മളോട് ചോദിക്കുക, ഞാൻ എന്നോട് ചോദിക്കുക, സുബഹി ജമാഅത്തിന് നമ്മൾ പള്ളിയിൽ എത്താറുണ്ടോ എന്നുള്ളത്. അങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിന് ശേഷം ഉടനെ എണീറ്റു പോകലാണോ? അതല്ല, സൂര്യോദയം വരെ ഒരു 15 മിനിറ്റ്, ഒരു 20 മിനിറ്റ് അവിടെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്നുള്ളത്. സഹോദരങ്ങളെ, വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ആ പള്ളിയിൽ നമ്മൾ ചിലവഴിക്കേണ്ടത്. അതിന്റെ കൂലി ആലോചിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ആ സമയത്ത് മൂടി പുതച്ചുറങ്ങാൻ സാധിക്കുക? അവിടെയാണ് സഹോദരങ്ങളെ ഇശ്റാഖിന്റെ നിസ്കാരത്തിന്റെ കൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് കരസ്ഥമാക്കാൻ നമ്മൾ ആലോചിച്ചു നോക്കൂ.
നോക്കൂ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും സുബഹിക്ക് പള്ളിയിലേക്ക് ജമാഅത്തിൽ വന്ന് അവിടെ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് എണീറ്റു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ കുറച്ചു നേരം അവിടെ ഇരുന്ന് ദിക്റുകളിലായി പാരായണങ്ങളിലായി നമ്മൾ കഴിച്ചു കൂട്ടുമ്പോൾ ഒരു ദിവസം പരിപൂർണമായി ഹജ്ജും ഉംറയും ചെയ്തതിന്റെ കൂലി ഒരു ചിലവുമില്ലാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. മൂന്നാമതായി ഇൽമു നേടാൻ, പഠിക്കാൻ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത്. പള്ളികൾ എന്നുള്ളത് മതപഠനം കരസ്ഥമാക്കാനുള്ള ഇടം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കേവല നിസ്കാരത്തിന് മാത്രം വേണ്ടി അല്ലെങ്കിൽ ജുമുഅക്ക് മാത്രം വേണ്ടിയുള്ള ഒരു ഇടമല്ല നമ്മുടെ പള്ളികൾ എന്നുള്ളത്. മറിച്ച് ഇൽമു പഠിക്കാനോ അത് പഠിപ്പിക്കാനോ ഉള്ള ഉദ്ദേശം കൂടി ഉദ്ദേശിച്ചാണ് ഒരാൾ പള്ളിയിലേക്ക് പോയതെങ്കിൽ അയാൾക്ക് ഹജ്ജിന്റെ പരിപൂർണ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യഅലമുഹു. ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെടുകയാണ് എന്തിനു വേണ്ടി? ഒന്നെങ്കിൽ ഒരു ഖുർആൻ ക്ലാസ് കേൾക്കാൻ, അല്ലെങ്കിൽ ഒരു ഇൽമു പഠിക്കാൻ, അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ വേണ്ടി അവൻ പള്ളിയിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ കാന ലഹു കഅജ്രിൻ ഹാജിൻ താമത്തൻ ഹജ്ജതുഹു. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ഹജ്ജിന്റെ കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എത്രയെത്ര പള്ളികളിൽ നല്ല നല്ല ക്ലാസുകൾ നടക്കുന്നുണ്ട്. നാം അതിൽ പങ്കെടുക്കാറുണ്ടോ എന്ന്, നമ്മുടെ പള്ളികളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത്, അവിടെ ഇരിക്കാൻ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കാൻ, അതിന്റെ ആയത്തുകളെ പഠിക്കാൻ, അതിന്റെ ഹദീസുകളെ പഠിക്കാനൊക്കെ ഒരു സമയം നമ്മൾ കണ്ടെത്തിയാൽ സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കുന്ന കൂലി എന്നുള്ളത് ഒരു ഹജ്ജ് നിർവഹിച്ചതിന്റെ കൂലി ലഭിക്കുമെന്ന്, അതും പരിപൂർണമായി ലഭിക്കുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒരു അധ്വാനമില്ലാതെ, വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ നമുക്ക് നിർവഹിക്കാൻ, നമുക്ക് നടത്താൻ കഴിയുന്നതാണ് സഹോദരങ്ങളെ ഇതെല്ലാം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. നാലാമതായി ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് ഫർദ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, 5 നേരത്തെ നിസ്കാരം അത് പള്ളിയിൽ പോയി നിർവഹിക്കുക എന്നുള്ളത് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിസ്കാരങ്ങൾക്കായി നാം ഓരോരുത്തരും പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യവും അതിന് ലഭിക്കുന്ന കൂലിയും ധാരാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ യാതൊരു ഗൗരവവും കാണിക്കാത്ത, അല്ലെങ്കിൽ അതൊക്കെ വളരെ നിസ്സാരമായി കാണിക്കുന്ന, എന്താ നിസ്കരിച്ചാൽ പോലെ എന്നുള്ള ചിന്താഗതിയല്ല സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതിലൊരു കണിശത പുലർത്താൻ. പള്ളിയിൽ പോയി ബാങ്ക് കൊടുത്തിട്ടുണ്ടോ, ജമാഅത്തിന്റെ സമയം എപ്പോഴാണെന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ് നമ്മൾ. ജമാഅത്ത് നടക്കുമ്പോൾ ഞാൻ പള്ളിയിൽ വേണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. ആരെങ്കിലും ഫർദ് നിസ്കാരത്തിനായി വീട്ടിൽ നിന്നും വുളു ചെയ്തു പോകാൻ ശ്രമിച്ചാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം എന്നുള്ളത് മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൽ മക്തൂബ. ആരെങ്കിലും ജമാഅത്ത് നിസ്കാരത്തിന് ആ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും വുളു എടുത്ത് അവൻ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫഅജ്റുഹു കഅജ്രി ഹജ്ജിൻ മുഹറം, അഥവാ മഹ്റൂമായി കൊണ്ട് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ലഭിക്കുന്നത്, അവന് കൊടുക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫർദ് നിസ്കാരത്തിന് ഹജ്ജിന്റെ കൂലിയും സുന്നത്ത് നിസ്കാരത്തിന് ഉംറയുടെ കൂലിയും ലഭിക്കുമെന്നുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ചെറിയ ശ്രദ്ധ ആ വിഷയത്തിൽ നമ്മളൊന്ന് കൊടുത്താൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് ഉളവെടുത്തുകൊണ്ട് ആ പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാനും നിങ്ങളും പുറപ്പെടുമ്പോൾ
നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്നുള്ളത്, നമുക്ക് ലഭിക്കുന്ന കൂലി എന്നുള്ളത് അത് ഹജ്ജ് നിർവഹിച്ചതിന്റെ കൂലിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം ഒരുക്കമാണോ എന്ന് മാത്രമാണ് സഹോദരങ്ങളെ നാം നമ്മോട് ചോദിക്കേണ്ടത്. ആ ഫർദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ആ ഫർദ് നിസ്കാരത്തിന് പുറപ്പെടുമ്പോൾ ആ ഉദ്ദേശത്തോടു കൂടി ഇനി ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളുവെടുത്ത് നടന്നാണ് പള്ളിയിലേക്ക് പോകുന്നതെങ്കിൽ അവന്റെ ഓരോ കാൽപ്പാടുകൾക്കും ഓരോ അടികൾക്കും അവന്റെ പാപങ്ങളെ പുറത്തു കൊടുക്കുകയും അവന് സ്വർഗ്ഗത്തിൽ ഒരു ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അഞ്ചാമത്തേത് സഹോദരങ്ങളെ, ഫർദ് നിസ്കാരത്തിന് മാത്രമല്ല അതിനുശേഷമുള്ള ദിക്റുകൾ കൊണ്ടും ഹജ്ജിന്റെ കൂലി വാങ്ങാൻ കഴിയുമെന്നുള്ളത്. ഒരിക്കൽ ദരിദ്രരായിട്ടുള്ള കുറച്ചു സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, ലഹബ അഹ്ലുദ് ദുസൂരി മിനൽ അംവാലി ബിദ്ദറജാത്തിൽ ഊല വന്നഇ വൽ മുഖീം. അല്ലാഹുവിന്റെ പ്രവാചകരെ, സമ്പത്തുള്ള ആളുകൾ അവർ മുൻകടന്നിട്ടുണ്ട്. കാരണം യുസല്ലൂന കമാ നുസല്ലി, അവർ ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂമു, അതേപോലെ തന്നെ ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ അവരും നോമ്പനുഷ്ഠിക്കുന്നുണ്ട് പ്രവാചകരെ. ഫലഹും ഫദ്ലു മിൻ അംവാലി യുഹിബ്ബൂന ബിഹാ വയഅതമിറൂന വയുജാഹിദൂന വയതസദ്ദഖൂന. എന്നാൽ അവരുടെ അടുക്കലുള്ള സമ്പത്തിന്റെ മേന്മ കൊണ്ട് അവർ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്, ഉംറ നിർവഹിക്കുന്നുണ്ട്, ജിഹാദ് ചെയ്യുന്നുണ്ട്, സ്വതക്കകൾ ചെയ്യുന്നുണ്ട്. പ്രവാചകരെ, ഞങ്ങൾക്കൊന്നും അത് നിർവഹിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയുമായി ദരിദ്രരായിട്ടുള്ള കുറച്ചു സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കൊടുക്കുന്ന മറുപടിയുണ്ട്. തുസബ്ബിഹൂൻ വതഹ്മിദൂൻ വതുകബ്ബിറൂൻ ഖൽഫ കുല്ല സ്വലാത്തിൻ സലാത്തിൻ വസലാസീൻ. നിങ്ങൾ ആ ഒരു പ്രതിഫലം ലഭിക്കാൻ, അവർ ഹജ്ജ് ചെയ്ത, അവർ ഉംറ നിർവഹിച്ച, അവർ ദാനധർമ്മം നിർവഹിച്ച ആ കൂലി നിങ്ങൾക്ക് ലഭിക്കാൻ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബികളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നിസ്കാരത്തിന് ശേഷം ഒരു 10 മിനിറ്റ് ഇരുന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, അല്ലാഹു അക്ബർ എന്ന് പറയാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം എന്നുള്ളത് ഹജ്ജ് നിർവഹിച്ച, ഉംറ നിർവഹിച്ച, ദാനധർമ്മങ്ങൾ നിർവഹിച്ച ആളുകളുടെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ആ കൂലി ലഭിക്കാൻ ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? ചിലർ നിസ്കാരത്തിന്റെ ശേഷം വളരെ തിരക്കില, എണീറ്റോടുന്ന ഒരു പണിയില്ല, പുറത്തുപോയി ഒന്ന് മൊബൈൽ നോക്കണം, അല്ലെങ്കിൽ വെറുതെ അങ്ങാടിയിൽ കൂടെ നടക്കണം എന്നതല്ലാതെ ഒരു ഉദ്ദേശവുമില്ല. എന്നാൽ അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് ആ ദിക്റുകളൊക്കെ ഒന്ന് ചൊല്ലി സാവധാനത്തിൽ ഇറങ്ങുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം സഹോദരങ്ങളെ അത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഹജ്ജിന്റെ പ്രതിഫലം എന്നുള്ളത്. ആറാമത്തേത് റമദാനിലെ ഉംറ എന്നുള്ളത് ഹജ്ജ് ചെയ്ത കൂലി ലഭിക്കുന്ന മറ്റൊരു കർമ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ്. റമദാനിൽ ഉംറ നിർവഹിക്കുക എന്നുള്ളത്. ഹജ്ജിന് പോകാൻ പണമില്ലാത്ത, എന്നാൽ ഉംറക്കുള്ള സമ്പത്തും കഴിവുള്ള ആളുകൾ, അതിനായി തയ്യാറെടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ അവരുടെ ഉംറയെ റമദാനിലേക്ക് മാറ്റുക എന്നുള്ളത്. ഉംറത്തുൻ ഫീ റമദാൻ തഅദിലു ഹജ്ജുഹു. ആരെങ്കിലും റമദാനിൽ ഉംറ നിർവഹിച്ചാൽ അത് ഹജ്ജിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഹജ്ജിന് പോകാൻ സഹായിക്കുക എന്നുള്ളത്. നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല, സമ്പത്തുണ്ട്, ശാരീരികപരമായി നമുക്ക് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുന്നില്ല, എന്നാൽ ഹജ്ജിന് പോകാൻ വേണ്ടി ഒരാളെ സഹായിക്കുക എന്നുള്ളത്. മുമ്പ് ഹജ്ജ് ചെയ്തിട്ടുള്ള ആളുകൾ, ഹജ്ജിന് പോകാനുള്ള മുഴുവൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് മറ്റൊരാളെ ഹജ്ജിന് പോകാൻ സഹായിക്കുക വഴി അവനും ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാളെ ഹജ്ജിനായി ഒരുക്കുകയോ അല്ലെങ്കിൽ യുദ്ധത്തിൽ ഒരുക്കുകയോ അല്ലെങ്കിൽ അവന്റെ കുടുംബത്തെ സംരക്ഷിക്കുകയോ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുകയോ ചെയ്താൽ ചെയ്തവനിൽ നിന്നും ഒന്നും കുറയാതെ അവനും അതേ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചെറിയൊരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ, വളരെ ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ ധാരാളക്കണക്കിന് ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു നന്മയും അത് നിസ്സാരമായി കാണേണ്ടതില്ല, ഒരു നന്മയെയും നിസ്സാരമാക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അവസരങ്ങളെ എങ്ങനെയൊക്കെയോ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ ആ രൂപത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം സഹോദരങ്ങളെ, 5 കാര്യങ്ങൾ എന്നുള്ളത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന്റെ മുമ്പായി 5 കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതനിൽ ഖംസിൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന്റെ മുമ്പായി 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഹയാതക ഖബ്ല മൗതിക, നിങ്ങളുടെ ജീവിതത്തിൽ മരണം എന്നുള്ള ആ ഒരു അതിഥിയുണ്ടല്ലോ, അത് വരുന്നതിന്റെ മുമ്പായി നിങ്ങളുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. വസിഹതിക ഖബ്ല സഖമിക, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥയുണ്ട്, നമുക്ക് എണീറ്റ് നടക്കാൻ യാതൊരു പ്രയാസവുമില്ല, 5 നേരം പള്ളിയിലേക്ക് പോകാൻ നമുക്ക് ആരോഗ്യമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാ നിലക്കുമുള്ള സൗകര്യവും ആരോഗ്യവുമുണ്ട്. എന്നാൽ ഒന്ന് പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച് ബാങ്ക് കേൾക്കുമ്പോൾ തന്റെ കിടക്കപ്പായിൽ നിന്ന് ഒന്നെണീക്കാൻ സാധിക്കാത്ത ആ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. ആ ഒരു അവസ്ഥ വരുന്നതിന്റെ മുമ്പായി നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാ. നിങ്ങൾ ബിസിയാകുന്ന ഒരു നിലക്കും നിങ്ങൾക്ക് സമയമില്ലാത്ത ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. എന്നാൽ ധാരാളക്കണക്കിന് ഒഴിവ് സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, അത് ഉപയോഗപ്പെടുത്താൻ. യുവാക്കളെ, നിങ്ങളുടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്താൻ വാർദ്ധക്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത പലതും ഇന്ന് നിങ്ങൾക്ക് യുവത്വത്തിന്റെ പ്രസരിപ്പോടെ ചെയ്യാൻ പറ്റും. കൃത്യമായി നിർവഹിക്കാൻ, കൃത്യമായി സുജൂദ് ചെയ്യാൻ, കൃത്യമായി റുക്കൂ ചെയ്യാൻ, ഒന്ന് ഉംറക്ക് പോകാൻ, ഒന്ന് ഹജ്ജ് നിർവഹിക്കാൻ നമുക്കിന്ന് സാധിക്കും. എന്നാൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ നമ്മളെ പിടികൂടുമ്പോൾ ഒന്ന് സുജൂദ് ചെയ്യാൻ പോലും നമുക്ക് സാധിക്കാത്ത രൂപത്തിലേക്ക് നമ്മൾ മാറുന്നതിന്റെ മുമ്പായി സഹോദരങ്ങളെ ആ യുവത്വത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ സമ്പത്തുണ്ട്, ആ സമ്പത്ത് നമ്മുടെ കൈകളിൽ നിന്നും നഷ്ടപ്പെടുന്നതിന്റെ മുമ്പായി, ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന്റെ മുമ്പായി നമ്മുടെ സമ്പത്തിനെ ഉപയോഗപ്പെടുത്താൻ സഹോദരങ്ങളെ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ ജീവിതത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയെന്ന് റബ്ബിന്റെ മുമ്പിൽ പറയാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. നാളെയാകട്ടെ, പിന്നെയാകട്ടെ, കുറച്ചുകൂടി കഴിയട്ടെ എന്നുള്ളതല്ല. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ നാളെ മരണത്തിന്റെ മലായികത്തുകൾ നമ്മുടെ റൂഹിനെ പിടിക്കാൻ വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനുഷ്യൻ ഇങ്ങനെ വിലപിക്കുന്ന ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമല സ്വലിഹൻ ഫീമാ തറക്, അല്ലാഹുവേ എന്റെ ജീവിതത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി അയച്ചാൽ ലഅല്ലി അഅമല സ്വലിഹൻ ഫീമാ തറക്, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള, ഞാൻ വിട്ടേച്ചു പോയിട്ടുള്ള എല്ലാം ഞാൻ ചെയ്യാമെന്ന് മനുഷ്യൻ അല്ലാഹുവിന്റെ മുമ്പിൽ വിലപിക്കുന്ന ഒരു അവസ്ഥ വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ വിലാപങ്ങൾക്ക് സ്ഥാനമില്ലാത്ത കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇല്ല കേട്ടോ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവധിയുണ്ടല്ലോ, നിങ്ങളുടെ മരണമുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും നമ്മുടെ ആത്മാവിനെ റബ്ബ് നീട്ടിത്തരികയില്ല. അവിടെ കരഞ്ഞിട്ടോ വിലപിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ നമ്മുടെ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടോ യാതൊരു കാര്യവുമില്ലാത്ത
ആ ഒരു സമയമാണ് എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മരണം വരുന്നതിന്റെ മുമ്പായി നിങ്ങളോട് ചിലവഴിക്കാൻ, നിങ്ങളോട് നിസ്കരിക്കാൻ, നിങ്ങളോട് പള്ളിയിലേക്ക് പോകാൻ, നിങ്ങളോട് ദാനധർമ്മം നിർവഹിക്കാൻ, നല്ലത് പ്രവർത്തിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് റബ്ബിന്റെ ചോദ്യമുണ്ട്. അവിടെയാണ് അല്ലാഹുവിനോട് മനുഷ്യൻ ചോദിക്കുന്നത്, റബ്ബേ എന്താണ് ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്നും മടക്കി അയക്കാത്തത്? ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് എന്ന് മനുഷ്യൻ പറയുമ്പോൾ ഇല്ല സഹോദരങ്ങളെ, റബ്ബേ ഞങ്ങൾ സ്വതക്ക ചെയ്യുന്ന, ദാനധർമ്മം നിർവഹിക്കുന്ന സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം റബ്ബേ എന്ന് മനുഷ്യൻ ഇങ്ങനെ പറയുന്ന, വിലപിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അവധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും റബ്ബ് നിങ്ങൾക്ക് നീട്ടിത്തരികയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സമയത്തെ, നമുക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാളെ നരകത്തിന്റെ കവാടങ്ങളിൽ മനുഷ്യൻ ചെന്ന് നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നുണ്ട്, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജഅനാ നഅമൽ സാലിഹൻ ഇന്നാ മുഖിനൂൻ. അല്ലാഹുവേ ഇതാ ഞങ്ങളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നരകത്തിന്റെ കാഴ്ചകളെ, അതിന്റെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് ഞങ്ങളെ ഫർജഅനാ, ഞങ്ങളെ ഒന്ന് മടക്കി അയക്കണമേ എന്ന് അവൻ മനുഷ്യൻ ഇങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ വിലപിക്കുമ്പോൾ സഹോദരങ്ങളെ, അവിടെ ലഅല്ലി യഅമല സ്വാലിഹൻ ഫീമാ തറക്, അല്ലാഹ് ഉപേക്ഷ വരുത്തിയിട്ടുള്ള, ഞങ്ങൾ നിസ്കരിക്കാൻ വിട്ടുപോയിട്ടുള്ള, ചെയ്യാൻ ബാക്കിയാക്കിയിട്ടുള്ള എല്ലാം ഞങ്ങൾ ചെയ്യാം, ഒന്ന് ഞങ്ങൾ ജീവിതത്തിലേക്ക് ഒന്ന് മടക്കി അയക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനുഷ്യൻ വിലപിക്കുന്ന രംഗമുണ്ട് സഹോദരങ്ങളെ. ആ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിനെന്തു വേണം? കൃത്യമായി നമുക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സഹോദരങ്ങളെ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين وبالفائزين برضا الله. أما بعد أيها الناس أوصيكم ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ ഏത് രൂപത്തിലാണ് നാം ഉപയോഗപ്പെടുത്താറുള്ളത് എന്നും, എന്നാൽ പലപ്പോഴും ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ എന്നുള്ളത് വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ധാരാളക്കണക്കിന് പ്രതിഫലങ്ങൾ ഒരു മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കുന്ന ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ എന്നുള്ളത്. ഈ ദുൽഹിജ്ജയിലൂടെ ജീവിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ട് അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലെ നിസ്കാരവും ആ ദുൽഹിജ്ജ 10 ദിവസങ്ങളിലെ നോമ്പും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്താണ്. ഹദീസുകളിൽ നമുക്ക് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദുൽഹിജ്ജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 9 ദിവസവും നോമ്പെടുക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ദുൽഹിജ്ജ 9-ന് പ്രത്യേകമായുള്ള നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് യുകഫിറു സനത്തൽ മാദി വൽ ബാഖിയ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ
ആ ഒരൊറ്റ ദിവസത്തെ നോമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു നൽകുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദിക്റുകളിലും ദുആകളിലും മുഴുകുക എന്നുള്ളത് മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആ 10 ദിനങ്ങളിലെ പ്രവൃത്തിയേക്കാൾ ശ്രേഷ്ഠവും അല്ലാഹുവിന് പ്രിയമുള്ളതുമായ മറ്റു ദിനങ്ങളില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ആ 10 ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഫഅക്സിറു ഫീഹിന്ന ഫീ തഹ്ലീൽ, നിങ്ങൾ ആ 10 ദിവസം തഹ്ലീലും തക്ബീർ തഹ്മീദ്, തഹ്ലീലും തക്ബീറും തഹ്മീദും നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഉദ്ഹിയത്ത് അറുക്കുക എന്നുള്ളത്. കഴിവുള്ള ആളുകൾ അതിൽ നിന്നും മാറി നിൽക്കാതെ ഉദ്ഹിയത്ത് അറുക്കുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠമായ പുണ്യമായ കർമ്മമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. എത്രത്തോളം എന്നാൽ പണ്ഡിതന്മാർ ഉദ്ഹിയത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടു വന്ന ഹദീസുകളുടെ ആധിക്യം കാരണത്താൽ അവർ പറയുന്നതായി കാണാം, കടം മേടിച്ചിട്ടാണെങ്കിലും ഉദ്ഹിയത്ത് അറുക്കാൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ നിർവഹിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച മൻ വജദ സഅതൻ ലഅൻ യുളഹി ഫലൻ യുളഹി ഫലാ യഹ്ദുർ മുസല്ലന. ആ ഉദ്ഹിയത്ത് അറുക്കാൻ ബലി നിർവഹിക്കാൻ കഴിവുണ്ടായിട്ടും അത് നിർവഹിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ മുസല്ലയിലേക്ക് പെരുന്നാളിന് നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും ഗൗരവത്തിലാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുൽഹിജ്ജയിലെ 10 ദിനരാത്രങ്ങൾ എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അസുലഭമായ നിമിഷങ്ങളാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിൽ ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങൾ മുഴുവൻ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ നോമ്പെടുക്കാൻ, അതിന്റെ നിസ്കാരങ്ങളിൽ അതിന്റെ ദിക്റുകളും ദുആകളിലുമായി മുഴുകാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഇസ്തിഗ്ഫാർ നൽകി അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരങ്ങളാണ് സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ളത്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി അതിനെ കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുവന്ന് ആ സമയങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങളെ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് റബ്ബേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുവേ, സാമ്പത്തികപരമായി ശാരീരികമായി മാനസികമായി പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങളെ അവരുടെ പ്രതിസന്ധികളെ നീ ദൂരീകരിച്ചു കൊടുക്കണം റബ്ബേ. രോഗങ്ങളായി കഷ്ടപ്പെടുന്ന ആളുകൾ അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള സത്യവിശ്വാസികൾ അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം റബ്ബേ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ ആ ജീവിതത്തിൽ എല്ലാ അവസരങ്ങളെയും എല്ലാറ്റിനെയും ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് റബ്ബേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റബ്ബേ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തു രക്ഷിക്കണം റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.